1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് തട്ടിത്തകർക്കപ്പെട്ടപ്പോൾ മതേതര ഇന്ത്യയുടെ പ്രതീകമായി നിലനിന്നിരുന്ന ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തട്ടിത്തകർത്ത് തരിപ്പണമാക്കി സരയൂ നദിയിലേക്ക് ഒഴുക്കിയിട്ട് ഹൈന്ദവരുടെ ആരാധനാലയം തകർത്തുകൊണ്ടാണ് ഇവിടെ മസ്ജിദ് സ്ഥാപിച്ചത് എന്ന് പറയുമ്പോൾ അത്തരത്തിൽ പറഞ്ഞ് പ്രഘോഷണം നടത്തുന്നവർക്ക്, അതിന്റെ പേരിൽ കലാപങ്ങളുടെ ഘോഷയാത്ര നടത്തുന്നവരോട് നമുക്ക് പറയാനുള്ളത്, ഇസ്ലാമിന്റെ സംസ്കാരം ഒരിക്കലും അന്യമതസ്ഥരുടെ ആരാധനാലയങ്ങളെ തകർക്കാൻ അനുവാദം നൽകുന്നില്ല. അതിന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ മനസ്സിലാക്കണം. ബാബരി മസ്ജിദ് പണിയപ്പെട്ടത് ആരുടെയെങ്കിലും ആരാധനാലയം തകർത്തുകൊണ്ടാണോ? ഒരിക്കലുമല്ല. കാരണം നമ്മുടെ നേതാക്കന്മാരത് നമ്മെ പഠിപ്പിക്കുന്നില്ല. അടിവരയിട്ടുകൊണ്ട് നാം ശ്രദ്ധിക്കണം. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഭരണാധികാരിയായിട്ടിരിക്കുമ്പോൾ ഈജിപ്തിൽ മഹാനായ അംറു ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു ഗവർണറാണ്. ഈജിപ്തിൽ അംറു ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു ഗവർണറായിരിക്കുമ്പോൾ ഒരു ക്രൈസ്തവ സ്ത്രീ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് അവനാദി ബോധിപ്പിക്കുന്നു, ഗവർണറാകുന്ന അംറു ബിൻ ആസ് എന്റെ വീട് തകർത്തുകൊണ്ട് തൽസ്ഥാനത്ത് ഒരു പള്ളി പണിതിരിക്കുകയാണ്. എനിക്ക് വിഷമമുണ്ട്, എനിക്ക് വേദനയുണ്ട്. ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖം ചുവന്നു. ഈജിപ്തിൽ നിന്നും തന്റെ പ്രിയപ്പെട്ട ഗവർണർ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, ശരിയാണോ അംറു ബിൻ ആസ്, ഈ ക്രൈസ്തവ സ്ത്രീ പറയുന്നത് ഇവരുടെ വീട് നിങ്ങൾ തകർത്തോ? അതേ അമീറുൽ മുഅ്മിനീൻ. അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു കുറ്റം സമ്മതിച്ചു. എന്നിട്ട് പറയുകയാണ്, അങ്ങനെ ഞാൻ വീട് തകർക്കാൻ കാരണമുണ്ട്. ഈജിപ്തിൽ മുസ്ലിമീങ്ങളുടെ അംഗസംഖ്യ വർദ്ധിച്ചപ്പോൾ, പള്ളിയിൽ നിന്ന് നമസ്കരിക്കാൻ സ്ഥലമില്ലാതായപ്പോൾ, പള്ളിയുടെ വിശാലതയ്ക്ക് വേണ്ടി പള്ളി പുനർനിർമ്മിക്കേണ്ട ആവശ്യം വന്നപ്പോൾ ഞങ്ങൾ ഈ സ്ത്രീയെ സമീപിക്കുകയും നിങ്ങളുടെ വീടിന് വേണ്ട ന്യായമായ വില ഞങ്ങൾ തന്നുകൊള്ളാം, വീട് വിൽക്കണം, പൊളിക്കാൻ എന്നാവശ്യപ്പെട്ടപ്പോൾ ഈ സ്ത്രീ കേട്ടില്ല അമീറുൽ മുഅ്മിനീൻ. അതുകൊണ്ട് അതിന്റെ വിശാലതയ്ക്ക് വേണ്ടി ഈ പെണ്ണിന്റെ വീട് പൊളിച്ചേ പറ്റൂ. അങ്ങനെയാണ് പൊളിച്ചത്. പൊളിക്കുമ്പോൾ ഒരു കാര്യം കൂടി ചെയ്തിരുന്നു. ആ വീടിന് കിട്ടേണ്ട എത്രയാണോ വില, ആ വില മൊത്തവും ഞാൻ പൊതുഭണ്ഡാരത്തിൽ എടുത്തു വെച്ചുകൊണ്ടാണ് വീട് തകർത്തത്. ഈ നിമിഷം വേണമെങ്കിലും ഈ സ്ത്രീ വന്നാൽ പൊതുഭണ്ഡാരത്തിൽ നിന്നും അവരുടെ വീടിന്റെ മുഴുവൻ സ്വത്തും തിരികെ കൊടുക്കാൻ തയ്യാറാണ് മഹാനായ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു. ഈ സമയത്ത് എന്തായിരിക്കും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രതികരണം? എങ്ങനെയാ പ്രതികരിച്ചത്? ഉമറിന്റെ കണ്ണു ചുവന്നു, ഉമറിന്റെ ചുണ്ടുകൾ വിതുമ്പാൻ തുടങ്ങി, ഉമറിന്റെ മുഖം ചുവക്കാൻ തുടങ്ങി, കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞു, ഇല്ല അംറു ബിൻ ആസ്, പറ്റില്ല, ഒരു കോംപ്രമൈസും ഇല്ല ഇവിടെ. ആ സ്ത്രീയുടെ വീട് നിന്ന് അതേ സ്ഥാനത്ത് അതേ കോലത്തിൽ ആ വീട് പണിതു കൊടുക്കണമെന്ന് പ്രഖ്യാപിച്ച ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിൻഗാമികളാണ് ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾ. ആ നേതാവിനെ പിൻപറ്റുന്ന സംസ്കാരമാണ് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഒരിക്കലും ആ മഹാരഥന്മാരെ പിൻപറ്റുന്ന നമുക്ക് അന്യമതസ്ഥരുടെ ആരാധനാലയങ്ങൾ തകർക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. പിന്നെ അവിടെ നിന്നത് ബാബരി മസ്ജിദ് എന്ന ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ ആരാധനാലയമാണ്.